വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിലിൽ ചാലിയാറിൽ നിന്ന് വീണ്ടും ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നു. പരപ്പൻപാറയിൽ നിന്നാണ് ഈ ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചാലിയാറിന്റെ തീരത്ത് നിന്ന്. നിതിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? സ്ത്രീയുടേതാണോ പുരുഷൻ്റേതാണോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലാണോ നിതിൻ? റിജിത്ത്, കുമ്പളപ്പാറയിലും പരപ്പൻപാറയിലും ഇടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ ഇന്ന് 3 പേരുടെ മൃതദേഹ ഭാഗമാണ് ഈ തിരച്ചിലിൽ, ജനകീയ തിരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നത്. മണൽ വന്ന് മൂടി നിലയിലാണ് ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അത് സ്ത്രീയുടേതാണോ പുരുഷൻ്റെതാണോ തുടങ്ങിയ വിവരങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. അഴുകിയ നിലയിലാണ് ഈ മൃതദേഹ ഭാഗം ഉണ്ടായിരിക്കുന്നത്. വൈകാതെ തന്നെ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരും. ഇപ്പോൾ ചാലിയാറിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മഴ വന്നാൽ പിന്നെ തിരച്ചിൽ ദുഷ്കരമാകും. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് നേരത്തെ ഈ ജനകീയ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. ഇന്ന് ജനകീയ തിരച്ചിൽ മുണ്ടേരി വനമേഖലയിലും അതോടൊപ്പം തന്നെ ചാലിയാർ തീരത്തും നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ മേഖലയിൽ ശരീരഭാഗം കണ്ടെത്തിയൊരു സാഹചര്യത്തിലാണ് ഇന്ന് ജനകീയ തിരച്ചിൽ നടത്തി ഈ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള ഒരു നീക്കം ആരംഭിച്ചത്. ഇന്ന് 3 ശരീരഭാഗം കണ്ടെത്തിയതോടെ ഈ ചാലിയാർ തീരത്ത് ഒഴുകിയെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇപ്പോൾ 250 ആയിരിക്കുകയാണ്. ഇതിൽ 80 മൃതദേഹവും അതോടൊപ്പം 160ഓളം ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും മഴ മാറിയാൽ പിന്നീട് തിരച്ചിൽ പുനരാരംഭിക്കാമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ ശക്തമായ മഴയാണ് ചാലിയാറിലും അതോടൊപ്പം തന്നെ മറ്റ് മേഖലയിൽ, മുണ്ടേരി അടക്കമുള്ള മറ്റ് മേഖലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. വൈകാതെ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഒരുപക്ഷേ തിരച്ചിൽ ഇന്ന് നേരത്തെ അവസാനിപ്പിക്കാനുള്ള തീരുമാനമാകും സ്വീകരിക്കുക. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.